Hi, question number 5. Yes. A hemispherical vessel is completely filled with a liquid of refractive index mu. Hemispherical vessel completely filled with liquid. Okay. A small coin is kept at the lowest point. Oh, okay. Yes. Here it is. Coin place ചെയ്തിട്ടുണ്ട് lowest point of the vessel as shown in figure. The minimum value of refractive index of the liquid so that a person can see the coin from the point E. മിനിമം വാല്യൂ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപ്പോൾ ഇ എന്ന പൊസിഷനിലുള്ള ഒരാൾക്ക് ഈ കോയിനെ കാണാൻ പറ്റണം. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഇയിലുള്ള ആൾക്ക് ഇയാളെ കാണണമെങ്കിൽ ലൈറ്റ് എന്തായാലും ഈ രൂപത്തിൽ പാസ് ചെയ്യണം. റെഡി അല്ലേ? ഇങ്ങനെ പാസ് ചെയ്താൽ അയാളത്തേക്ക് എത്തുള്ളൂ. അതിന് വേറെ ഓപ്ഷനൊന്നുമില്ല. ഈ രൂപത്തിൽ ലൈറ്റ്, അതായത് ദ ലൈറ്റ് റേ ജസ്റ്റ് ഷുഡ് ഗ്രേസ് അലോങ് ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ മീഡിയ. ദെൻ ഓൺലി എ പേഴ്സൺ സ്റ്റാൻഡിങ് അറ്റ് ദ പൊസിഷൻ ഇ ക്യാൻ സീ ദ കോയിൻ പ്ലേസ്ഡ് അറ്റ് O. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നോക്കൂ, സീ ദിസ്, ഐ വിൽ ഷോ യു. ഒരു ലൈറ്റ് റേ നോക്കൂ, ഇവിടെ നിന്നുള്ള ലൈറ്റ് റേ ഈ രൂപത്തിൽ പോകണം. എന്ന് വെച്ചാൽ ക്രിറ്റിക്കൽ ആംഗിളിൽ വേണം ഇത് ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്യാൻ. ശരിയല്ലേ? ക്രിറ്റിക്കൽ ആംഗിൾ. അപ്പം ഞാൻ ആദ്യം നോക്കൂ, നിങ്ങൾ നോക്കൂ, ലൈക്ക് ദിസ്. ഇങ്ങനെ വന്ന് ആ ലൈറ്റ് റേ ഡെൻസർ ടു റെയർ ഇങ്ങനെ പാസ് ചെയ്യണം. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ക്രിറ്റിക്കൽ ആംഗിൾ അല്ലേ? ക്രിറ്റിക്കൽ ആംഗിൾ മാർക്ക് ചെയ്യാം. ദിസ് ഈസ് ക്രിറ്റിക്കൽ ആംഗിൾ സി ആണത്. അത് തന്നെയാണ് ഈ ആംഗിളും, ക്രിറ്റിക്കൽ ആംഗിൾ സി. ഓക്കെ, നൗ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലേക്ക് പോകാം. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് മ്യൂ ഈക്വൽ ടു 1/sin c എന്ന് കൊടുക്കാം. 1/sin c. ഓക്കെ, ഇനി മിനിമം വാല്യൂ ഓഫ് മ്യൂവിനെ കുറിച്ചാണ് സംസാരിച്ചത്. മിനിമം വാല്യൂ ഓഫ് മ്യൂ, the minimum value of refractive index of the liquid, so that okay. അപ്പോൾ മ്യൂ മിനിമം ആവണമെങ്കിൽ ഇവിടെ സൈൻ സി മാക്സിമം ആയിരിക്കണം. സൈൻ സി മാക്സിമം പറഞ്ഞാൽ സി ക്രിറ്റിക്കൽ ആംഗിൾ മാക്സിമം ആണ്. കാരണം സൈൻ 0 to 90 വരെയാണല്ലോ നമുക്കവിടെ തീറ്റയ്ക്ക് ചാൻസ് അല്ല. 0 to 90 ഇടയിൽ സൈൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സി എപ്പോഴാണോ മാക്സിമം ആവുക അപ്പോഴാണ് നമുക്ക്, എന്ന് വെച്ചാൽ ഈ ആംഗിൾ മാക്സിമം ആവുക, എന്ന് വെച്ചാൽ ദിസ് ആംഗിൾ മാക്സിമം ആവുക. ഈ ആംഗിൾ മാക്സിമം ആകുമ്പോഴാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മിനിമം ആവുക. അതിനി നിങ്ങൾ ജോമെട്രി നോക്കേണ്ടത്. നോക്കൂ, ഈ ആംഗിൾ മാക്സിമം ആവുക എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഈ ലൈറ്റ് റേ ഇങ്ങോട്ട് വരുന്നതിന് പകരം ഈ ലൈറ്റ് റേ ഇങ്ങോട്ട് വന്നാൽ വീണ്ടും അത് ചെറുതാവില്ലേ ചെയ്യാം. അപ്പോൾ ഈ സി മാക്സിമം ആവുക എന്ന് പറഞ്ഞാൽ ഫ്രം ദ ജോമെട്രി ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് അത് എങ്ങനെ ആയാലേ അത് പോസിബിൾ ആവുള്ളൂ. അത് ഇങ്ങനെ പോയാൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. ശരിയല്ലേ? കളർ ചേഞ്ച് ചെയ്യാം. അത് ഇങ്ങനെ വന്നാലല്ലേ അത് പോസിബിൾ ആവുള്ളൂ. ഇങ്ങോട്ട് വന്നിട്ട് ഇതങ്ങനെ പോവാം. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ ആംഗിൾ ദിസ് ഈസ് സി മാക്സ് ആണത്. സി മാക്സ് ഇങ്ങനെ വരണം. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ശ്രദ്ധിക്കുക, ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇതാരാണ്? ഇത് താഴോട്ടാരാ? റേഡിയസ്. ഇതും ആരാണ്? റേഡിയസ്. അങ്ങനെ ഇതും 6 അങ്ങനെ വരുമ്പോൾ ഇതാരാ? യെസ്, ഇത് നമുക്ക് പറയാൻ പറ്റും. മീൻസ് ഇതാണ് ആ സമയത്ത്, സോറി ഇതിൻ്റെ ആവശ്യമില്ല. ഈ ആംഗിൾ എന്തായിരിക്കും ആ സമയത്ത്? മാക്സിമം. ഈ ആംഗിൾ തന്നെയല്ലേ ഈ ആംഗിൾ ആണ്. ദിസ് ആംഗിൾ. അപ്പോൾ ഈ ആംഗിൾ ഇതും 6 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര? 45 ഡിഗ്രി. ദാറ്റ് ഈസ് 45 ഡിഗ്രി. കാര്യങ്ങൾ വ്യക്തമായി. ക്ലിയർ അല്ലേ? നൗ ഇറ്റ് ഈസ് വെരി മച്ച് ക്ലിയർ. വെൻ സി ഈസ് മാക്സിമം, then mu is minimum. Then the rest is very clear from the geometry itself. അപ്പോൾ സിക്ക് മാക്സിമം കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ലൈറ്റ് ഇങ്ങനെ വരുന്ന സമയത്താണ് മാക്സിമം. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ അത് ചെറുതായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഇതും 6. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ഐസോസെലസ് ട്രയാങ്കിൾ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ സി ആംഗിൾ എത്ര ഉണ്ട്? ദെർഫോർ സി ഈക്വൽ ടു
സി ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. സി 45 ഡിഗ്രി. ദെർഫോർ മ്യൂ ഈക്വൽ ടു 1 ബൈ സൈൻ 45 വിച്ച് ഈസ് ഈക്വൽ ടു √2. കാരണം 1 ബൈ √2 ആണ്. ദാറ്റ് മീൻസ് √2. ഓപ്ഷൻ 3 is correct. Option 3 is the right answer. Option 3.